ശബരിമലയിൽ എന്തോ വലിയ കൊള്ള നടന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ശബരിമലയിൽ അയ്യപ്പ സംഗമം തുടങ്ങുന്നതിനെ മുന്നേ പ്രശ്നമാണ് കേട്ടോ. എന്തോ ഇടത് സർക്കാരിൻ്റെ ഇടത് ഹിന്ദുത്വ നിലപാട് കൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെന്ന് ആ കാലം തുടങ്ങിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പറഞ്ഞ കണക്ക് വന്നതുകൊണ്ട് മാത്രം പറയല്ല, തുടങ്ങിയ സമയം തുടങ്ങി പറഞ്ഞിരിക്കുകയാണ്. അത് കുറച്ചുകൂടി ഊട്ടി ഉറച്ചു ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കാറിൽ കയറിയ സംഭവം കൂടെ കൂടിയിട്ട്. പിന്നെ എന്താണ് സംഭവം? പിന്നെ എന്തോ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി, ഇടത് സർക്കാർ പിണറായി വിജയൻ സർക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി അയ്യപ്പ സംഘം നടത്തുന്നു. ഹിന്ദുക്കളുടെ വോട്ട് അയ്യപ്പ സംഗമം നടത്തിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ. എന്താണ് സംബന്ധിച്ചത്? 1000 കോടി രൂപയുടെ മേലെയുള്ളൊരു വികസന പ്രവർത്തനം ശബരിമലയ്ക്ക് ആവശ്യമാണ്. ഈ ആവശ്യമെന്ന് പറയുന്നത് അത് ദീർഘകാലമായ ഈ ഭക്തരുടെ ആവശ്യമാണ്. അവിടുന്ന് ഞാൻ പറയുന്നില്ലേ, ഈ പറയുന്ന മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഈ പറയുന്ന ശ്രീലങ്കയിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന ജനങ്ങൾക്ക് പ്രോപ്പറായി യാത്ര ചെയ്യാൻ വഴികളില്ല, സംവിധാനമായി നല്ല രീതിയിൽ ബാത്റൂം പോലും അവിടെ ഇല്ല. ഇതിനെല്ലാം വലിയ മാസ്റ്റർ പ്ലാൻ നടത്തണം. അവിടുത്തെ വേസ്റ്റുകൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളില്ല. ഇതെല്ലാം നമ്മൾ ഒന്നും നടത്തണ്ട, സംവിധാനം നടത്തണം. ഇതെല്ലാം സർക്കാരിൻ്റെ പണം, ദേവസ്വം ബോർഡിൻ്റെ പണം എടുത്ത് നടത്തിയാൽ മതി എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയല്ല. സർക്കാരിൻ്റെ പ്ലാൻ എന്താണ്? കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായിട്ടുള്ള കുറേ അയ്യപ്പ വിശ്വാസികളുണ്ട്. ഇവർ ശബരിമലയിലേക്ക് നമ്മളിപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ അടുത്ത് 2014-ലും 2015-ലൊക്കെ പിന്നെന്താണ് കൊടിമരത്തിന് വേണ്ടിയിട്ട് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്ന കണ്ടല്ലോ. എവിടെയും കണക്ക് കണ്ടില്ലല്ലോ. എവിടെയും കണക്ക് കണ്ടില്ല. അവിടെ കൊണ്ടുപോയി സ്വർണ്ണം നിക്ഷേപിക്കുന്നുണ്ട്, സ്വർണ്ണം ഉരുക്കുന്നിടത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അജയ് തറയിൽ എന്താ പറഞ്ഞെന്നറിയോ? അതിനൊന്നും കണക്കില്ല. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കൊണ്ട് സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, അത് കണക്കിട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും കണക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറയും. അതിന് കണക്ക് കൊടുക്കാൻ സമയം കൊടുത്തിട്ടില്ല കേട്ടോ. സർക്കാർ ഇത് എന്താണ് സംഭവം എന്ന് പറയാൻ സമയം കൊടുത്തില്ല. അതിന് മുന്നേ തുടങ്ങി തട്ടിപ്പ്. 147 ദിവസമായി. അതെ, 45 ദിവസം അല്ല, പ്രസിഡന്റ് 44 കാര്യങ്ങൾ പറയണം. 44 ദിവസമായില്ലേ? 144 ദിവസമാണ് കൊടുത്തത്. അല്ല, ഞാൻ പറയുന്നത് 40 നീട്ടി കൊടുത്തു. സമയം ഒരു 6 മാസം കൊടുത്തരാ. ഒരു രേഖയാണ്, ബില്ലാ കൊടുക്കണ്ടേ. ഹൈക്കോടതി സമയം നീട്ടി കൊടുക്കുന്നത് അത് പറ്റില്ലേ? ഹൈക്കോടതിക്ക് സമയം നീട്ടി കൊടുക്കാൻ പറ്റില്ലേ? അല്ല, കൊടുത്തു. അതിനെ പറഞ്ഞത് സമയമുണ്ട്. ഇനി 21 കൊടുത്താൽ മതി. സമയം ഉണ്ടപ്പോ 21-ാം തീയതി കൊടുത്താൽ പോരെ ഹൈക്കോടതി? അല്ല, ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്തി, അല്ല ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതല്ല. പൊരുത്തക്കേടുകൾ കാണുന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ തരണമെന്ന് മാത്രമേ ഉള്ളൂ.